കെ സജീഷ് കൂടി ചേരുന്നുണ്ട്. സജീഷ്, CPM-ൽ ആലപ്പുഴയിൽ വലിയ വിഭാഗീയതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ബിപിൻ സി ബാബു BJP-യിലേക്ക് പോകുന്നത്. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജി സുധാകരനുമായി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുന്നതും അത് മറ്റൊരു ചർച്ചയിലേക്ക്, അതായത് അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന നിലയിലേക്ക് ചർച്ചകൾ പോകുന്നതും. CPM-ലെ ഒരു വലിയ വിഭാഗീയത, അത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കായംകുളത്തൊക്കെ തന്നെയുള്ള വിഭാഗീയത, അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ജി സുധാകരൻ പാർട്ടി വിട്ടാലും ഇല്ലെങ്കിലും ഇതൊരു നേതാക്കൾക്ക് കൃത്യമായൊരു സൂചന തന്നെയാണോ? വിനീത, ആലപ്പുഴയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM-ൽ വിഭാഗീയത രൂക്ഷമാണ്. ഈ 2023, അതായത് കഴിഞ്ഞ വർഷമാണ് മുൻ സമ്മേളന കാലയളവിലെ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM-ന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള 40 പേർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി CPM സ്വീകരിക്കുകയും ചെയ്തു. ഇവരെല്ലാം കമ്മിറ്റികളിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. എന്നാലും ഈ വിഭാഗീയത ആലപ്പുഴ ജില്ലയിൽ അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി, കായംകുളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും CPM-ന്റെ സമ്മേളന കാലയളവിൽ ഈ വിഭാഗീയത ജില്ലയിലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും. നേരത്തെ VS പിണറായി വിഭാഗീയത ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത്തരം പ്രവണതകൾ, വിഭാഗീയത പ്രകടമായ ഒരു ജില്ല കൂടിയായിരുന്നു ആലപ്പുഴ. അതിൻ്റെ തുടർച്ച എന്നോളമാണ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഏരിയ കമ്മിറ്റികളിലും ഇതിൻ്റെ അനുരണനങ്ങളുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലയളവിലെ ഈ വിഭാഗീയത ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയം കൂടി വരുന്നത്. ഇതിനെ CPM ഗൗരവത്തോടെ കാണുന്നുണ്ട്. സുധാകരനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി പാർട്ടിയുടെ നീക്കങ്ങൾ അത്ര ഫലം കാണുന്നില്ല. സുധാകരൻ പാർട്ടി നേതൃത്വവുമായി അകന്നു കഴിയുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സുധാകരൻ നടത്തുന്ന പരാമർശങ്ങളെല്ലാം തന്നെ പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി തരം താഴ്ത്തി, അല്ലെങ്കിൽ ആ രീതിയിൽ ഒതുക്കപ്പെട്ടതിന് പിന്നാലെയാണ് സുധാകരൻ പാർട്ടി നേതൃത്വമുള്ള തൻ്റെ അമർഷം വ്യക്തമാക്കുകയും അത്തരം പ്രതികരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പറവൂരിലെ സ്വന്തം വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് ഈ ഏരിയ സമ്മേളനം നടക്കുന്നത്. ആ ഏരിയ സമ്മേളനത്തിലേക്ക് സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി R നാസർ നൽകിയ പ്രതികരണം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് എന്നാണ്. പക്ഷേ ഈ ഒരു ന്യായീകരണമോ ഈ വിശദീകരണമോ സുധാകരന് ദഹിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് KCയുടെ സന്ദർശനം ഒട്ടേറെ അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം സുധാകരനാണോ എന്ന സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ CPI നേതൃത്വം ഗൗരവത്തോടെ കാണുന്നുണ്ട്. പക്ഷേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ വളരെ വ്യക്തമായൊരു മറുപടിയാണ് സുധാകരൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തനിക്ക് എന്ത് അസംതൃപ്തിയാണ് ഉള്ളതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. KC വേണുഗോപാൽ CPM-ലേക്ക് വരുമെന്ന് നിങ്ങൾ ചോദിക്കുമോ എന്ന കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല, താൻ ഇപ്പോഴും വലിയൊരു പാർട്ടി നേതാവായതുകൊണ്ടാണ് തന്നെക്കുറിച്ച് ഇത്തരം ആശങ്കകളും അഭ്യൂഹങ്ങളും ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സുധാകരൻ, ഈ സന്ദർശനത്തിന് ശേഷം സുധാകരൻ എടുത്ത നിലപാട് പാർട്ടിക്ക് പ്രതിരോധം തീർക്കുന്നത് തന്നെയാണ്. പക്ഷേ സുധാകരനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളും ഇത്തരം കൂടിക്കാഴ്ചകളും CPI നേതൃത്വം ഗൗരവത്തോടെ കാണുന്നുണ്ട്. അത് ആലപ്പുഴയിലെ വിഭാഗീയതയിലെ കനൽ ഊതി കാച്ചാൻ, അല്ലെങ്കിൽ ഊതി വീർപ്പിക്കാനോ, അല്ലെങ്കിൽ വലിയ തോതിൽ കത്തിപ്പെടാൻ തന്നെയാണ് സാധ്യത. അതിനെ ജാഗ്രതയോടെയും ശ്രദ്ധയോടു കൂടിയാണ് CPI നേതൃത്വം വീക്ഷിക്കുന്നത്.